നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തമിഴ്നാടിന്റെ മണ്ണിന് സിനിമയും രാഷ്ട്രീയവുമായി ആഴത്തിൽ പടർന്നു പിടിച്ച വേരുകളുണ്ട്. വെള്ളിത്തിരയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറിയ എല്ലാ താരങ്ങളെയും തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂമിക ഏറ്റെടുത്തിട്ടുമില്ല. ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തമിഴ്നാട്ടിൽ നിന്നും വിജയ്, കമൽഹാസൻ, ശരത് കുമാർ ഇവരുടെയൊക്കെയായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ജനങ്ങൾക്കരികിൽ എത്തുന്നുണ്ട്. നടൻ ശരത് കുമാറിന്റെ പാർട്ടി BJPയിൽ ലയിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ആരാധകർ ഏറെയുള്ള ശരത് കുമാറിന്റെ BJP പ്രവേശനവും രാഷ്ട്രീയ പ്രവേശനവും ഒരു സിനിമാ കഥ പോലെ ഉദ്യോഗജനകമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ് നടൻ ശരത് കുമാറിന്റെ സമത്വ മക്കൾ പാർട്ടിയാണ് BJPയിൽ ലയിച്ചിട്ടുള്ളത്. പാർട്ടി ഭാരവാഹികളുടെയും BJP തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലയുടെയും സാന്നിധ്യത്തിലായിരുന്നു ലയന സമ്മേളനം നടന്നത്. സമത്വ മക്കൾ പാർട്ടിയുടെ വരവോടെ BJPയുടെ കുടുംബം കൂടുതൽ വിപുലമായെന്ന് BJP തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലൈ പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ MPമാരെ പാർലമെന്റിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു പാർട്ടികളും തമ്മിൽ ലയിക്കാനുള്ള തീരുമാനം ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഷ്ട്രത്തെ കൂടുതൽ ഉയർച്ചയിലേക്ക് നയിക്കാനാകുമെന്ന് ശരത് കുമാർ പറഞ്ഞു. രാജ്യത്തെ ഐക്യം പരിപോഷിപ്പിക്കുന്നതിലും സാമ്പത്തിക വളർച്ച ഉയർത്തുന്നതിലും നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാവണം. മയക്കുമരുന്ന് വിപത്ത് അവസാനിപ്പിക്കാനും യുവാക്കളുടെ ക്ഷേമം ഉറപ്പാക്കാനും മോദിക്ക് കഴിയുമെന്നും അദ്ദേഹത്തിന്റെ കീഴിൽ രാജ്യത്തിന്റെ സുരക്ഷ ഭദ്രമാണെന്നും ശരത് കുമാർ പറയുന്നു. ശരത് കുമാർ BJPയുമായി സഖ്യ ചർച്ചകൾ നടത്തുകയാണെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. മോദിയെ പ്രകീർത്തിച്ച് അദ്ദേഹം സംസാരിച്ചതോടെ ഈ സംശയം ഏറെക്കുറെ ബലപ്പെട്ടിരുന്നു. ലോകം ഇന്ന് ഇന്ത്യയെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നതിന് കാരണക്കാരൻ മോദിയാണ്. ലോകത്തിന്റെ മുന്നിൽ പുതിയ ഇന്ത്യയെ സൃഷ്ടിച്ചത് നരേന്ദ്രമോദിയാണ് എന്നായിരുന്നു ശരത് കുമാറിന്റെ വാക്കുകൾ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJPയെ അധികാരത്തിലെത്തിക്കാൻ നമുക്ക് കഴിയുമെന്നും ശരത് കുമാർ പാർട്ടി പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ശരത് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുനെൽവേലി, കന്യാകുമാരി സീറ്റുകളാണ് ശരത് കുമാർ BJPയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. തിരുനെൽവേലിയിൽ താൻ മത്സരിക്കുമെന്ന് ശരത് കുമാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സിനിമയിൽ കത്തിനിന്ന സമയത്താണ് രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കാനായി ശരത് കുമാർ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ശരത് കുമാറിന്റെ രാഷ്ട്രീയ പ്രവേശത്തിന് പിന്നിൽ ഒരു സിനിമയുടെ കാസറ്റുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. ജയലളിതയാണ് ഈ കഥയിലെ പ്രതിനായിക. AIADMKയുമായി നല്ല ബന്ധമുണ്ടായിരുന്ന സമയത്താണ് ശരത് കുമാർ നാട്ടാമെ എന്ന തന്റെ കരിയർ ബെസ്റ്റ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. 1994 റിലീസ് ചെയ്ത ചിത്രത്തിന്റെ കാസറ്റ് ജയലളിതയ്ക്ക് കാണാനായി ശരത് കുമാർ നൽകുകയുണ്ടായി. എന്നാൽ ആരോടും ഒന്നും ചോദിക്കാതെ നിർമ്മാതാക്കളുടെ അനുമതിയില്ലാതെ ജയലളിത ജയ TVയിൽ ചിത്രം പ്രദർശിപ്പിച്ചു. ഇത് ചോദ്യം ചെയ്ത ശരത് കുമാറിനെ നല്ല അനുഭവമല്ല ചാനൽ അധികാരികളുടെ ഭാഗത്തുനിന്നും ജയലളിതയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇതിൽ പ്രകോപിതനായ ശരത് കുമാർ തനിക്ക് പിറകിൽ പ്രവർത്തിക്കാൻ ആളുകളുണ്ടെന്ന് കാണിക്കാൻ രംഗത്തിറങ്ങുകയായിരുന്നു. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയലളിതയെ തോൽപ്പിക്കാൻ രജനീകാന്ത് പരസ്യമായി ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രജനീകാന്തിനെ പിന്തുണച്ച് ശരത് കുമാർ രംഗത്തെത്തി. DMKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇങ്ങനെയാണ് ശരത് കുമാർ രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുന്നത്. 1996 DMKയിൽ ചേർന്ന ശരത് കുമാർ 2001 രാജ്യസഭാ MPയായി. എന്നാൽ 2006 രാജ്യസഭാ അംഗത്വം രാജിവെച്ച അദ്ദേഹം ചിരവൈരിയായ ജയലളിതയ്ക്കൊപ്പം വീണ്ടും കൈകോർത്തു. എന്നാൽ അതേ വർഷം തന്നെ AIADMKയായി തെറ്റിപ്പിരിയുകയും ചെയ്തു. 2007 AIADMK വിട്ട് സമത്വ മക്കൾ പാർട്ടി രൂപീകരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമൽഹാസന്റെ മക്കൾ നീതിമയ്യം പാർട്ടിക്കൊപ്പം മത്സരിച്ചെങ്കിലും വിജയിച്ചിട്ടില്ല. ഇതേസമയം തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളായ കമൽഹാസനും വിജയും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞ് തങ്ങളുടെ പാർട്ടികളുമായി സജീവമായി രംഗത്തുണ്ട്.